ലോകത്തിലെ ഏറ്റവും വലിയ ആഘോഷമാണ് ക്രിസ്മസ്. ക്രിസ്മസിനേക്കാൾ ലോകമൊന്നാകെ ദിവസങ്ങൾ ആഘോഷിക്കുന്ന മറ്റൊരു ഉത്സവമില്ല. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച 196 രാജ്യങ്ങളിൽ 160 രാജ്യങ്ങളിലും ക്രിസ്മസ് പരസ്യമായി ആഘോഷിക്കുന്നുണ്ട്. 146 രാജ്യങ്ങളിൽ ക്രിസ്മസ് പൊതു അവധി ദിവസമാണ്. അഫ്ഗാനിസ്ഥാൻ, ലിബിയ, ചൈന, സൊമാലിയ, യമൻ, ഇറാൻ തുടങ്ങി കേവലം 20 രാജ്യങ്ങളിൽ മാത്രമേ ക്രിസ്മസ് പരസ്യമായി ആഘോഷിക്കുന്നതിന് തടസ്സമുള്ളൂ. നാം ഈ വീഡിയോയിൽ കാണുന്നത് ക്രിസ്മസ് ആഘോഷങ്ങളെ വർണ്ണാഭമാക്കുന്ന 7 പ്രധാന ഘടകങ്ങളും അവയുടെ ചരിത്രവും ബൈബിൾ അടിസ്ഥാനവുമാണ്. ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാന ഘടകം പുൽക്കൂട് അഥവാ ക്രിസ്മസ് ക്രിബാണ്. എല്ലാ ഭവനങ്ങളിലും പുൽക്കൂട് ഉണ്ടാക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ ഈ വർഷം ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ആദ്യമായി പുൽക്കൂട് ഉണ്ടാക്കിയത് പാപ്പായുടെ പേരുകാരൻ ഫ്രാൻസിസ് അസീസിയാണ്. 1223 വിശുദ്ധ നാട് സന്ദർശിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴാണ് രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന ഈ മഹാവിശുദ്ധൻ ജീവനുള്ളവയെ വെച്ച് പുൽക്കൂട് ഉണ്ടാക്കിയത്. ഇറ്റലിയിലെ ഗ്രേച്ചിയോ എന്ന പട്ടണത്തിലാണ് ആദ്യത്തെ പുൽക്കൂട് പിറന്നത്. വിശുദ്ധ മത്തായിയുടെയും ലൂക്കായുടെയും സുവിശേഷങ്ങളിലെ 2-ാം അധ്യായത്തെ അടിസ്ഥാനമാക്കി മാലാഖമാരും ആട്ടിടയന്മാരും രാജാക്കന്മാരും യൂദയ കുന്നുകളുമൊക്കെ ഉൾപ്പെടെയുള്ള ദൃശ്യഭംഗിയിലാണ് പുൽക്കൂട് അണിയിച്ചൊരുക്കുന്നത്. ലോകമാസകലം വിശ്വാസികളായ എല്ലാ ക്രൈസ്തവരും അവരുടെ ഭവനങ്ങളിൽ പുൽക്കൂട് നിർമ്മിക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാന ഘടകം നക്ഷത്രമാണ്. പണ്ടുകാലങ്ങളിൽ ക്രിസ്മസിനോടനുബന്ധിച്ച ദിവസങ്ങളിലായിരുന്നു ഭവനങ്ങളിൽ നക്ഷത്രങ്ങൾ തൂക്കിയിരുന്നതെങ്കിൽ ഇക്കാലത്ത് ഡിസംബർ 1-ാം തീയതി തന്നെ നക്ഷത്രം ഇടുന്ന പതിവാണുള്ളത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 2-ാം അധ്യായത്തിൽ ജ്ഞാനികളെ നക്ഷത്രം വഴി നടത്തിയതിനെ അനുസ്മരിച്ചാണ് ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കാൻ ഭവനങ്ങളിൽ നക്ഷത്രമിടുന്നത്. സർവരുടെയും മുമ്പാകെ ക്രിസ്തുവിൻ്റെ പ്രകാശത്തെ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ 16-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിലാണ് വീടുകളിൽ നക്ഷത്രമിടുന്ന പതിവ് തുടങ്ങിയത്. ഇതിനോട് ചേർന്നാണ് ക്രിസ്മസ് ട്രീ ഒരുക്കുന്ന പാരമ്പര്യവും തുടങ്ങിയത്. ക്രിസ്മസ് സെലിബ്രേഷനിലെ കളറുകൾ സിൽവർ, ഗോൾഡ്, എവർഗ്രീൻ, സ്നോ വൈറ്റ്, ഹാർട്ട് റെഡ് എന്നിവയായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ, കൃത്യമായി പറഞ്ഞാൽ 1539 മുതലാണ് ക്രിസ്മസ് ട്രീ ഉണ്ടായത്. ജർമ്മൻ ലൂഥറൻസ് അവരുടെ പ്രസിദ്ധമായ കത്തീഡ്രൽ സ്ട്രാസ്ബർഗിലാണ് ആദ്യമായി ക്രിസ്മസ് ട്രീ അണിയിച്ചൊരുക്കിയത്. ജർമ്മനിയിൽ നിന്നാണ് UK-യിലേക്കും 1700-കളിലും 1800-കളിലും അമേരിക്കൻ ഐക്യനാടുകളിലേക്കും ഈ ആചാരം എത്തിയത്. യൂറോപ്പിൽ നിന്ന് ലോകത്തിൻ്റെ എല്ലാ ഭവനങ്ങളിലേക്കും ക്രിസ്മസ് ട്രീ എത്തുകയായിരുന്നു. ക്രിസ്മസ് ട്രീക്ക് വലിയ ദൈവശാസ്ത്ര അർത്ഥങ്ങളുമുണ്ട്. നിത്യമായ ജീവനെയും മിശിഹായുടെ ജനനത്തെയും ഉയിർപ്പിനെയും പ്രത്യാശയെയും സന്തോഷത്തെയും കുടുംബ ബന്ധങ്ങളുടെ ഇഴയടുപ്പത്തെയുമാണ് ക്രിസ്മസ് ട്രീ സൂചിപ്പിക്കുന്നത്. ജെറമിയ 10:3 മുതൽ 4 വരെയുള്ള തിരുവചന ഭാഗമാണ് അടിസ്ഥാന വചനമായി നൽകപ്പെടുന്നത്. വനത്തിൽ നിന്ന് വെട്ടിയെടുത്ത മരത്തെ സ്വർണവും വെള്ളിയും കൊണ്ട് പൊതിയുന്നു എന്നതാണ് ആ വചനം. 4-മത്തെ പ്രധാന ഘടകം ക്രിസ്മസ് പപ്പ അഥവാ സാന്താക്ലോസ് ആണ്. ചരിത്രവും നാടോടിക്കഥകളും സാഹിത്യവും ഒക്കെ ചേർന്നാണ് നാം ഇന്ന് കാണുന്ന ക്രിസ്മസ് പപ്പായെ രൂപപ്പെടുത്തിയത്. ചരിത്രപരമായി പറഞ്ഞാൽ സാന്താക്ലോസ് സെന്റ് നിക്കോളാസ് ആണ്. 4-ാം നൂറ്റാണ്ടിൽ ആധുനിക ടർക്കിയുടെ ഭാഗമായ മിറാനിൽ ജീവിച്ചിരുന്ന മെത്രാനായിരുന്നു അദ്ദേഹം. തൻ്റെ 3 പെൺമക്കളെ കെട്ടിച്ചയക്കാൻ പണമില്ലാതെ വിഷമിക്കുന്ന ഒരു കർഷകന്റെ ദയനീയ സ്ഥിതി അറിഞ്ഞ് ആരുമറിയാതെ രാത്രിയിൽ കർഷകന്റെ വീടിന്റെ ജനലഴികൾക്കിടയിലൂടെ സ്വർണ്ണ നാണയക്കിഴി ഇട്ടിട്ട് പോയ മെത്രാനിൽ നിന്നാണ് സമ്മാനങ്ങളുമായി എത്തുന്ന ക്രിസ്മസ് അപ്പൂപ്പൻ രൂപപ്പെട്ടത്. ഈ ചരിത്രം പിന്നീട് ജർമ്മനിയിലെയും നെതർലൻഡ്സിലെയും നാടോടിക്കഥകളുമായി ചേർന്ന് മഞ്ഞുമാനുകളിലെത്തുന്ന ക്രിസ്മസ് പപ്പായായി. എന്നാൽ 1823 അമേരിക്കൻ കവിയായ ക്ലെമന്റ് മൂർ എഴുതിയ എ വിസിറ്റ് ഫ്രം സെന്റ് നിക്കോളാസ് എന്ന കവിതയിലൂടെയാണ് സാന്താക്ലോസ് ലോകവ്യാപകമായി സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അപ്പൂപ്പനായി മാറിയത്. 1870 അമേരിക്കൻ ചിത്രകാരൻ തോമസ് നാസ്റ്റാണ് പഞ്ഞി പോലുള്ള താടിയും ചുവന്ന കോട്ടുമണിഞ്ഞ ഇന്നത്തെ ക്രിസ്മസ് പപ്പായെ രൂപം വരച്ചത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളിൽ ഉണ്ണീശോയ്ക്ക് സമ്മാനങ്ങൾ നൽകുന്ന രാജാക്കന്മാരാണ് ക്രിസ്മസ് പപ്പായുടെ സമ്മാനങ്ങളുടെ അടിസ്ഥാനം. യാക്കോബിന്റെ ലേഖനം 1:27 പാവങ്ങളോടുള്ള കരുതലും അടിസ്ഥാനമാണ്. 5-മത്തെ പ്രധാന ഘടകം ക്രിസ്മസ് കരോളാണ്. പുരാതന റോമാ സാമ്രാജ്യത്തിലും ഗ്രീസിലും
ദേവന്മാർക്ക് കീർത്തനങ്ങൾ പാടി സ്തുതിക്കുന്ന പതിവുണ്ടായിരുന്നു. ഈ മാതൃകയിൽ ക്രിസ്തുമതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം 5-ാം നൂറ്റാണ്ടിൽ മിശിഹായുടെ അതുല്യമായ ജനനത്തെയും പീഡാസഹനത്തെയും ഉത്ഥാനത്തെയും പ്രകീർത്തിച്ചുകൊണ്ട് ഗാനങ്ങൾ എഴുതപ്പെട്ടു. മധ്യകാലഘട്ടത്തോടുകൂടി ജീസസ് ലൈറ്റ് ഓഫ് ഓൾ വേൾഡ്, ഓ കം ഇമ്മാനുവേൽ എന്ന മനോഹരമായ ഗാനങ്ങൾ എഴുതപ്പെട്ടു. എന്നാൽ 1818 വിഖ്യാതമായ കരോൾ ഗാനം ശാന്തരാത്രി തിരുരാത്രി എഴുതപ്പെട്ടത്. തുടർന്ന് 19-ാം നൂറ്റാണ്ടിൽ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒരുമിച്ച് കരോൾ പാടി തുടങ്ങി. പിന്നീട് ഇത് ക്രിസ്മസ് പപ്പായയും ചേർത്ത് ക്രിസ്മസ് കരോളായി മാറി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള ഭാഗങ്ങളിലെ ഉണ്ണീശോയുടെ ജനനത്തിലെ മാലാഖമാരുടെ കീർത്തനമാണ് ബൈബിൾ അടിസ്ഥാനം. ക്രിസ്മസ് കേക്കിന്റെയും ക്രിസ്മസ് കാർഡിന്റെയും ഒക്കെ തുടക്കം യൂറോപ്പിൽ നിന്നായിരുന്നു. ആദ്യത്തെ ക്രിസ്മസ് കേക്ക് ഫ്രൂട്ട് കേക്ക് ആയിരുന്നു. 16-17 നൂറ്റാണ്ടുകളിൽ ഇംഗ്ലണ്ടിലാണ് ക്രിസ്മസ് കേക്ക് വ്യാപകമാകാൻ തുടങ്ങിയത്. ആദ്യ കാലഘട്ടങ്ങളിലെ പ്ലം കേക്കും ഫ്രൂട്ട് കേക്കും ഒക്കെ പിന്നീട് പല രുചിഭേദങ്ങളിലേക്ക് വഴിമാറി. 1840 സർ ഹെൻറി കൂളെ എന്ന ഇംഗ്ലീഷ് ചിത്രകാരനാണ് ആദ്യമായി ക്രിസ്മസ് കാർഡ് നിർമ്മിച്ചത്. ഇംഗ്ലണ്ടിലെ ഒരു കുടുംബം ഭക്ഷണം കഴിക്കുന്നതായിരുന്നു അദ്ദേഹം വരച്ച ആദ്യ ക്രിസ്മസ് കാർഡ്. 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ക്രിസ്മസ് ആശംസയുടെ പ്രധാന ഘടകമായി കാർഡ് മാറി. അമേരിക്കയിൽ എത്തിയതോടെയാണ് ക്രിസ്മസ് കാർഡുകൾക്ക് വൻ പ്രചാരമുണ്ടായത്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഹാൾമാർക്ക്, അമേരിക്കൻ ഗ്രീറ്റിംഗ്സ് തുടങ്ങിയ കമ്പനികൾ വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതിൽ ക്രിസ്മസ് കാർഡുകൾ നിർമ്മിച്ചു. ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളുടെ ആവിർഭാവത്തോടെ ഡിജിറ്റൽ കാർഡുകളായി ക്രിസ്മസ് കാർഡുകളും ആശംസകളും രൂപാന്തരപ്പെടുകയും ചെയ്തിരിക്കുന്നു. Subscribe now and press the bell icon. Never miss an update.